അണ്ണാ ഈ ഡോളർ എന്തിനാ എവിടെ വെച്ചിരിക്കുന്നേ? ഇതും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാനാണോ? PR-ന് ദേശഭക്തി കൂടുതലാ. അമ്മോ ദാ വരുന്നോ വിരളി. അകത്ത് ഡിസ്കഷൻ നടക്കുക, പോകാൻ പറ്റില്ല. എന്താണ് തള്ളിക്കയറി വരുന്നത്? ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ നടക്കല്ലേ? എനിക്ക് ശേഷമായി ഇവിടെ സംസാരിക്കേണ്ടത്. ഭായ്, എന്റെ ചിന്ന ഹോസ്പിറ്റലിലാ, കിഡ്നി പ്രോബ്ലം. അർജന്റായിട്ട് ഒരു 10 ലക്ഷം വേണം. എന്റെ മുത്തശ്ശിയും സുഖലായിരിക്കുക. ഞാൻ സീനിയറായിട്ട് ഞാൻ ചോദിച്ചോ? ഇതെന്താ ഗവൺമെന്റ് ഓഫീസാണെന്ന് കരുതിയടാ? ഹെൽത്ത് ഇൻഷുറൻസോ ഫണ്ടോ തരാനായിട്ട്? അത്യാവശ്യമാണ് ഭായ്, അവന്റെ ജീവൻ പോകുന്ന കാര്യം. പോട്ടെ, അനാഥരിൽ ഒരുത്തൻ പോകുന്നു, അത്രേ ഉള്ളൂ. ചെലവ് കുറയില്ലേ? നിന്റെ മോനാണെങ്കിൽ നീ ഇങ്ങനെ പറയോ? ആരോടാ നീ സംസാരിക്കുന്നത്? അതല്ല, അവിടെ ഹോങ്കോങ്ങിൽ വെച്ച് PR തലേക്കെറ്റല്ലേ വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാം ഇവൻ വിഡ്ഢികളായിട്ടാ കാണുന്നത്. അവിടാണ് എന്നെ ചേറി ചോദിച്ചു ഇവിടെ പണം ചോദിക്കുന്നു. ഭായ്, ക്യാഷ് തരുമോ ഇല്ലയോ? എന്താടാ ഭീഷണിപ്പെടുത്താ? നീ ഇല്ലെങ്കിൽ എന്താ ഗ്യാങ് നടത്താൻ പറ്റില്ലെന്നാ? ക്രാന്തിയില്ലാതെ ഈ ഗ്യാങ് നടക്കുന്നുണ്ടെങ്കിൽ ഇനി ഗ്യാങ് ഇല്ലാതെ ഈ ക്രാന്തി നടക്കാൻ തുടങ്ങൂടാ. എനിക്ക് പണം വേണം. പുറത്ത് ഇവനെ ഗ്യാങ്ങിന്ന് പുറത്താക്കി. ത്രോ ഹിം ഔട്ട്. റിസ്ക് ഞങ്ങളുടെ, ബ്ലഡ് ഞങ്ങളുടെ, അധ്വാനം ഞങ്ങളുടെ. ഞങ്ങളെ മുതലെടുത്ത് കോടികൾ സമ്പാദിച്ചിട്ട് ഒരു സഹായം ചോദിച്ചപ്പോ, എടാ ആസിന്റെ മര്യാദയ്ക്ക് ആ ക്യാഷ് മുഴുവൻ എടുത്ത് സ്യൂട്ട് കേസിൽ വെക്ക്. 10 ലക്ഷം ഉണ്ടാവണം. എന്നാ സമയം തരണം? ഇല്ലെങ്കിൽ ഇവന്റെ തലച്ചോറ് കാക്ക കൊത്തും. ചെയ്യരുത്. ഇത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വാടാ, വരാൻ. ഈ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ ക്രാന്തി ഒരു സെപ്പറേറ്റ് ഗ്യാങ്. ഇഷ്ടമുള്ളവർക്ക് കൂടെ നിൽക്കാം. ഇത് PR-നെ അറിഞ്ഞോ? PR അല്ല, അവന്റെ അപ്പം വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുഡ് ഷോട്ട്. ഫോണല്ല, ഞാൻ ബൈജു സംസാരിക്കുന്നത്. പറയൂ ബൈജു. ആ ക്രാന്തി വന്നിട്ട് നമുക്കൊരു പണി തന്നിട്ടാ പോയത്. ഇഞ്ഞെടുക്ക്, ഞാൻ പറയാം. ശേഷം ഉടനെ തോക്കി കൊണ്ട് കാണിച്ചിട്ട് പൈസ എല്ലാം എടുത്തോട്ട് പോയി. അണ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സയനൈഡ് കഴിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. PR, ആ ക്രാന്തി നമ്മുടെ ശേഷവുമായി തെറ്റി നമ്മുടെ ആൾക്കാരെയും കൂട്ടി വേറെ ഗ്യാങ് ഉണ്ടാക്കി. സിറ്റുവേഷൻ വളരെ മോശം. അവന് സ്പീഡ് കൂടുതലാ എന്നെപ്പോലെ. നമ്പർ എടുത്ത് വിളിക്കേ. പറയേ. നീ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുതിയ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. നിനക്കതിനുള്ള ചങ്കുറ്റമില്ല. ശേഷുവിന്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ് വീണ്ടും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യും. ഞാൻ ആർക്കും രണ്ടാമത്തെ ചാൻസ് കൊടുക്കാറില്ല. നിന്നെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മാത്രമാ ഈ ഒരു ചാൻസ് വരുന്നത്. നിനക്ക് ആ ചാൻസും ഇല്ല. ഓൾറെഡി ഡിസൈഡായി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോ നിന്റെ ഗ്യാങ്ങുമല്ല. അതെയോ? എന്ത് ചെയ്യാനാണ് അഡ്വാൻസ് വാങ്ങിച്ചേ? സ്കൂൾ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാനോ അതോ ദാദാപിരിവ് നടത്താനോ? ഏഡിയാറ്റ്, ഇത് കേട്ടോ, അത്ര ഈസി അല്ല എനിക്ക് ഓപ്പോസിറ്റ് ഒരു ഗ്യാങ്. നിന്റെ തലയ്ക്ക് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്നത്. ₹1 കോടി. നിന്റെ ഗ്യാങ്ങിൽ ആരും ഉണ്ടാവില്ല. നിന്റെ കളികളുടെ ക്ലൈമാക്സ് ആയ ഇവൻ ആരോടാ സംസാരിക്കുന്ന അറിയുമോ? ആരോട് സംസാരിക്കുന്നെന്നും എന്ത് സംസാരിക്കുന്നെന്നും മനസ്സിലാക്കി തന്നെയാടാ സംസാരിക്കുന്നത്. നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് കരുതി. നീ ഹോങ്കോങ്ങിൽ ഇരിക്കുന്ന വെറും റിമോട്ട് അല്ലേടാ. നിന്നെ കൊണ്ട് പറ്റാത്തതിനല്ലേ നീ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. എവിടെ നിന്ന് തുടങ്ങണമെന്നോ ആരാദ്യം ബലിയാകുമെന്നോ എനിക്കറിയില്ല. ദാസേ, എന്താ ബോസ്? PR-ഉം അവന്റെ ഗ്യാങ്ങും ക്ലോസ്. PR-ന്റെ അടുത്ത് ഈ കൊച്ചുപുലി സംസാരിച്ചത് കേട്ട. 20 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. എനിക്കൊരു കോള് പോലും വിളിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. അതിന് എനിക്ക് ധൈര്യമില്ല കേട്ടോ. മോനെ, ഇനി നീ കളിക്കേണ്ടതേ എന്റെ ഗ്രൗണ്ടിലായിരിക്കണം. ഇത് അഡ്വാൻസ് മാത്രം. ഇത് പൂജയ്ക്ക് വെച്ച സാധനമാ. പിടിച്ചോ. പുതിയ ഗണ്ണ്, പുതിയ ബുള്ളറ്റ്, പുതിയ സ്റ്റൈല് തട്ടിയേക്ക്.
ആ പിയാരണം വന്നു. വാട്ട് ഈസ് ദിസ്? ആ ദാസ് പിയറിന് തനിക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു, നീയൊക്കെ ഇവിടെ നോക്കിയിരിക്കുന്നു. നാണമില്ലടാ. അണ്ണാ, അണ്ണന്റെ തലയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ ദാസ് മാത്രമല്ല ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് വാങ്ങാൻ ധൈര്യമുള്ള ഒരുത്തിന് ഇപ്പോഴാ വന്നത്. ആ ദാസായിട്ട് വിളിച്ചു കൊടുത്തല്ല, ആ ക്രാന്തി വലിഞ്ഞു കയറി ചെന്ന് വാങ്ങിയ. അങ്ങനെയെങ്കിൽ ക്രാന്തി അഡ്വാൻസ് തൂക്കണമായിരുന്നു. ഇനി ആരെങ്കിലും പിയറിനെതിരായിട്ട് വന്നാൽ ഇവന്റെ മരണം കണ്ട് വിറയ്ക്കണോടാ. ഡൈ ബൈജു, പറയണ്ട, ഇവന്മാരെ കൊണ്ട് പറ്റില്ല. നരഭോജികളെ വിളിക്കണം, എന്നിട്ട് അവനെ വേട്ടയാടാൻ പറയണം. അവന്റെ കണ്ണിലെ ഭയം കണ്ട് എന്റെ കൈ കൊണ്ട് എനിക്ക് അവനെ കൊല്ലും. ശരിയാണ്. ഡാ, വേട്ട ജാഗ്രത. അവൻ ജന്തുവല്ല, വേട്ടക്കാരനാ. ജീവനോടെ വേണം എനിക്ക് അവനെ. ഓക്കെ, സിറ്റി സ്ക്വയർ മാളില് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ആരോടടി വരാൻ പറയുന്നേ? ക്രാന്തി, ഇനി അടുത്ത ഉമ്മകള് പരിപാടി ഇടുകയാണോ? ഇത്തവണ എന്താടി നിന്റെ പ്ലാൻ? ലൈഫ് പ്ലാൻ. ഞാനതിലങ്ങ് ഫിക്സ് ആയി പോയി. ഒരു ഉമ്മ എടുത്തപ്പോഴോ? ഏയ്, ഒന്നല്ല, ഇപ്പൊ 3 തവണയായി. കേസ് കൊടുത്തോണ്ടല്ല, ഞാനെന്ന് വെച്ച അവന് ജീവനാ. എന്തോ എനിക്കും അങ്ങനെ തന്നെയാ. അവന് നീ കറക്റ്റാണ്, പക്ഷേ നിനക്കെങ്ങനെ അവൻ കറക്റ്റ് ആവും? അത് ലോജിക്കലല്ലേ? എനിക്കവനെ വേണം. ഐ ലവ് ഹിം. അത് പറയാൻ വേണ്ടിയാ വരാൻ പറഞ്ഞേ. ആ വേഗം പൊക്കോന്നു. എനിക്ക് പേടിയാകുന്ന തോക്ക് ചൂണ്ടിരിക്കുന്ന ഒരു വീക്ക്നെസ് സെന്റിമെന്റ്സ് ഇല്ലാത്തവനോടാ ഈ PR. വന്ന് എന്റെ കൈ കൊണ്ട് മരിക്കേ. PR ഒരാണാണെന്നാ ഈ നിമിഷം വരെ ഞാൻ കരുതിയിരുന്നത്. ദാ വരുന്നടാ. ഇവനെ എനിക്ക് തന്നെ കൊല്ലാൻ വിട്ടേക്ക്. അത് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഞാൻ ചാകുന്നതിന് 1 നിമിഷം മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കും. ഇത് ഞാൻ ഡിസൈഡ് ചെയ്തതാ. ഭയമില്ലടാ നിനക്ക്? നീ ഗണ്ണ് വെച്ചിരിക്കുന്നത് PR-നെയാ. ആ കാര്യം എനിക്കറിയാം, പക്ഷെ ബുള്ളറ്റിനറിയില്ല. ഒന്ന് വലിച്ചാ തുളഞ്ഞു കയറും അത്. അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്ക്. നിന്നെ തീർക്കും ഞാൻ. നീ പോൾരാജല്ലേ? കർത്താവേ, നീ കൊല്ലാൻ പോകുന്ന ആരെയാണെന്നറിയാവോ? നിന്റെ മോനെയാടാ. അതേ പോൾരാജു, ക്രാന്തി നിന്റെ മോനാ.
ഒരുത്തി നിന്റെ ഭാര്യ. ഫാദർ, അതേ മോനെ, ഒരു നിമിഷം. ഈ ഫോട്ടോ നോക്ക്. എന്റെ അമ്മയെ കൊന്നവൻ, എന്റെ അമ്മ മരിക്കാൻ കാരണം ഇവനാ. ഇവനെ കൊല്ലണം എനിക്ക്. മോനെ ക്രാന്തി, നിന്റെ അച്ഛനെ കൊല്ലുന്നോടാ നീ. അല്ല ഫാദർ, എന്റെ അമ്മ നരകിച്ച് മരിക്കാൻ കാരണം ഇവനാ. കളഞ്ഞിട്ട് പോയില്ലേ? ആരെ ഞാൻ 15 വർഷമായിട്ട് കാണരുതെന്ന് കരുതിയോ അവനെയാ ഞാൻ കണ്ടിരിക്കുന്നത്. ഇവൻ ജീവിക്കാൻ പാടില്ല. ക്രാന്തി, നീ രക്ഷപ്പെട്ടു. Sullivan,